ഹലോ നമസ്കാരം. പായസം ഇല്ലാണ്ട് എന്ത് ഓണസദ്യ അല്ലേ? പായസത്തിൻ്റെ പേര് പറയുമ്പോഴാണെങ്കിൽ പ്രഥമനെ വെല്ലാൻ വേറെ ഒന്നില്ല. അതും പ്രഥമനിലാണെങ്കിൽ നമ്മുടെ ചെറുപയർ പ്രഥമൻ തന്നെയാണ് കേമനല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് വളരെ എളുപ്പത്തിൽ വളരെ ചിലവ് കുറഞ്ഞ് ഒരു പ്രഥമൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ ഈ പായസം ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് അധ്വാനമില്ല, എന്നാൽ ഒത്തിരി ചിലവും ഇല്ലാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, പശുവിൻ പാലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പ്രൊസീജിയറൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, എങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ അവിടെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്ന എല്ലാ അളവുകളും ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെറുപയർ പരിപ്പ് അതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തു, റോസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ടാണ് കഴുകുന്നത്. അപ്പോൾ അത് എടുത്തതിന് ശേഷം ഏകദേശം ആ 2 കപ്പ് പാലൊഴിച്ച്, അതായത് വേവാൻ ആവശ്യമായിട്ടുള്ള പശുവിൻ പാല് നമ്മൾ കുക്കറിലോട്ട് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 2 വിസിലാകുമ്പോഴേക്ക് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. വെന്ത് കുഴഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ തോന്നുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ശർക്കര ഒരല്പം വെള്ളം ഒഴിച്ച് ഉരുക്കി വെച്ചതുണ്ടാവുമല്ലോ, അതിനെ മെൽറ്റ് ചെയ്ത് വെച്ചത്, അപ്പോൾ അത് നമ്മുടെ ചെറുപയറിലോട്ട് ഒഴിച്ചാൽ മതിയേ. അപ്പോൾ ചിലവരൊക്കെ ഇതിനെ പാതി ഒരു വേവിച്ചും പിന്നെ പാതി വേറെ വേവിച്ചൊക്കെ ചെയ്യാറുണ്ട്. ഞാനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യാറില്ല. നമുക്ക് ഏകദേശം ഒരു കണക്കറിയുകയാണെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഈ പറഞ്ഞതുപോലെ അളവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ വേവിച്ചതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ശർക്കര, ഞാൻ ഏകദേശം 6 അച്ചോളം ശർക്കര ഉപയോഗിച്ചിട്ടുണ്ട്. മധുരമൊക്കെ വളരെ കറക്റ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അളവ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് മധുരം വരും. ഇനി അല്പം മധുരം കൂടണം എന്നുള്ളവർക്ക് കുറച്ചധികം ചേർക്കാം. ഞാൻ ഇത്രയും മാത്രമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പശുവിൻ പാലുണ്ടല്ലോ, അതിനെ കുറച്ചായി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ. ഒന്നിച്ച് ഒഴിക്കണ്ട, കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒഴിച്ച് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയതാണ്. അങ്ങനെയാണ് എനിക്ക് ഇതിൻ്റെ എത്ര അളവ് എനിക്ക് വേണമെന്ന് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ. ചിലപ്പോൾ ഈ പരിപ്പിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ പാലിൻ്റെ അളവാണെങ്കിൽ കുറച്ചൊരു വ്യത്യാസമെല്ലാം വരാം. എന്നാലും ഞാൻ ഏകദേശം 1 ലിറ്ററും ഒരല്പം കൂടെ പശുവിൻ പാലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ കൂടെ ഇതിനകത്ത് ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തേങ്ങാപ്പാലാണെങ്കിലും ഒരുപാട് കട്ടിയുള്ള ഫസ്റ്റ് പാല് അങ്ങനെ തിക്കായിട്ടുള്ള പാലല്ല, ഒരല്പം വെള്ളം ഒഴിച്ച് ഞാനൊന്ന് മിക്സിയിലൊന്ന് കറക്കിയതിന് ശേഷം അതിനകത്ത് പിഴിഞ്ഞെടുത്ത പാലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടിയുണ്ട്, എന്നാലും ആ ഒരു അത്രയും കട്ടിയുള്ളൊരു പാലാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാല് ഒഴിച്ചതിന് ശേഷം ഇത് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് ഏകദേശം നമ്മൾ എല്ലാം ഒന്ന് റെഡിയായി കഴിഞ്ഞാലാണ് തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് നല്ലൊരു തള വരണം, അത്രയും മതി കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടേസ്റ്റിൽ ഒട്ടും പിന്നിലല്ലാത്ത ഒരു പ്രഥമനാണ് കേട്ടോ ഇത്. അതായത് നമ്മൾ പശുവിൻ പാലിലാണ് ഇത് ഉണ്ടാക്കിയതെന്നൊന്നും പറയേയില്ല. മാത്രമല്ല നമ്മൾ കുറച്ച് തേങ്ങാപ്പാലൂടെ ചേർത്തത് കൊണ്ട് അതിൻ്റെ ആ ഒരു ഓത്തൻറ്റിക് ടേസ്റ്റ് തീർച്ചയായും നമുക്ക് ഇതിൽ കിട്ടും കേട്ടോ. ഒരു ചെറിയൊരു വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാവും, എന്നാലും അങ്ങനെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവുമൊന്നുമില്ല ഇത് പശുവിൻ പാലിലാണ് ഉണ്ടാക്കിയെന്ന് കേട്ടോ. അപ്പോൾ നമ്മളെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ പായസം നമ്മുടെ തേങ്ങാപ്പാലിൽ മാത്രം ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് ചുക്കുപൊടിയൊക്കെ ചേർക്കാറുണ്ട്. ഇതിൽ ഞാനൊരല്പം ഏലപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കശുവണ്ടി ഇതിനകത്ത് വറുത്ത് ചേർത്തു കേട്ടോ. അത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. വളരെ എളുപ്പമല്ലേ ഇതുണ്ടാക്കാൻ, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ ആണ്. ഓണത്തിനായാലും അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ആയാലും നമുക്ക് പെട്ടെന്നൊരു പ്രഥമൻ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയേ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ആൻഡ് കോമെൻറ്റ്. ഓക്കെ, അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റുള്ള ഓണ വിഭവങ്ങളുമായിട്ട് കാണാമേ. താങ്ക് യു.